നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപ്പോഴത്തെ സാഹചര്യത്തില് അത് സംഭവിച്ചത് മനോജിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയാതെ ഞാൻ അതിന്റെ കാരണവും എനിക്കറിയാം. എനിക്ക് ജഗനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ നാളെ ഞാൻ പറയുന്നിടത്തേക്കൊന്ന് വരൂ. എന്തിനാ എന്നെ വീണ്ടും തല്ലാനാണോ? അയ്യോ അല്ല. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതാ. സാരല്ല, വന്നിട്ട് പറഞ്ഞോ. ഞാൻ എവിടേക്കാ വരേണ്ടത്? ഭാരത് നഗറില് കോളേജിലോട്ട് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് നിന്നാ മതി. നാളെ രാവിലെ 10 മണിക്ക് ഞാൻ അവിടെ വരാം. ആ ശരി, കൃത്യം 10 മണിക്ക് ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളില് വന്ദനേച്ചിക്ക് ശരിക്കും വിഷമമുണ്ട്. ഇത്രയും അപ്സെറ്റായി ചേച്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാളെ ഞങ്ങൾ നമ്മളെ കാണുന്നുണ്ട്. വന്ദനയ്ക്ക് ഒരു കുറ്റബോധവും തോന്നാത്ത തരത്തില് ഞാൻ സംസാരിച്ച് സമാധാനിപ്പിച്ചോളാം. അതു മതി. വന്ദനേച്ചിക്ക് ചിലപ്പോഴൊക്കെ കൊച്ചുകുട്ടികളുടെ മനസ്സാ. കാര്യമില്ലാത്ത കാര്യത്തിന് കയറി ദേഷ്യപ്പെട്ടെന്ന് വരും. അളിയൻ ക്ഷമിക്കണം. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ജന്മമാ എന്റെ ചേച്ചിയുടേത്. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. തുറന്ന് സംസാരിച്ച പരിഹരിക്കാനാവാത്ത ഒരു കാര്യമില്ല ഈ ഭൂമിയിൽ. അളിയനെത്തുകയല്ലേ, ഞാനിപ്പോ വരാം. എനിക്ക്
ജഗനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുഖവരിയൊന്നും വേണ്ട. എന്നെ തല്ലിയ കാര്യം പറയാനല്ലേ? അത് പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തില് അത് സംഭവിച്ചത് മനോജിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയാതെ വേണ്ട. ഞാൻ അതിന്റെ കാരണവും എനിക്കറിയാം. വന്ദനയ്ക്ക് ദീയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം പുറത്തേക്ക് തുളുമ്പിയപ്പോ അതൊരു കർണത്തടിയായി മാറി. അത്ര തന്നെ. ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണ്ട. ദിയയുടെ സ്ഥാനത്ത് ഏത് കുട്ടിയായാലും ഞാൻ സ്നേഹമായിട്ട് പെരുമാറും. ആ കുട്ടിയോടുള്ള എന്റെ സ്നേഹം കൃത്രിമമല്ലെന്ന് വന്ദന മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ സ്നേഹത്തിൽ ഒരു സ്വാർത്ഥതയില്ല. അതുവഴി വന്ദനയുടെ പ്രീതി പിടിച്ചു പറ്റണമെന്ന ഉദ്ദേശവും ഇല്ല. അതൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ജഗനെ തല്ലരുതായിരുന്നു. ആ വിഷയം വിട്. ഇനി ഒരാളെ തല്ലുന്നതിന് മുമ്പ് 2 വട്ടമെങ്കിലും ആലോചിക്കണം. അങ്ങനെ ഒരു ഉപദേശം മാത്രം. ജഗനെ ഇന്നുവരെ ആരും തല്ലിയിട്ടില്ല. അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ 10 മടങ്ങ് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ അത് തീർന്നു കിട്ടി. ഞാൻ ഇനി ആ വീട്ടിൽ വരും. വന്ദനയെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രികാമ്മയായിട്ടൊരു സുഹൃബന്ധം എനിക്കുണ്ടായിരുന്നു. ആ ഒരു ബന്ധം. പിന്നെ ഹരിത എന്റെ സ്വന്തം സഹോദരിയാണെന്ന ബന്ധം. അതുകൊണ്ട് അവിടെ വരുമ്പോ എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ മുടിഞ്ഞതല്ലായിരുന്നു കേട്ടോ. ഇത്രയും നാളുള്ള ദേഷ്യവും പകയൊക്കെ ഉറഞ്ഞു തുള്ളി വന്നതിന്റെ ശക്തി ഉണ്ടായിരുന്നു ആ തല്ലിന്. ഞാൻ ഒന്നും പറയണ്ട. എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. സോറി. ജഗൻ, ഞാൻ നമ്മുടെ ചാപ്റ്റർ ഇതോടെ അവസാനിച്ചു. ഇനി ജഗൻ നിന്റെ പുറകെ വരില്ല. കണ്ടാ മാറി നടന്നോളാം. അല്ല, ഞാൻ ഒന്നും കേൾക്കണ്ട. പ്ലീസ്. നിന്റെ അടിയിൽ ഡോക്ടർ പോലും ശ്രമിച്ചിട്ട് എടുക്കാനാകാത്തൊരു പല്ല പൊട്ടിയത്. ജഗൻ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.